ഹായ് ഫ്രണ്ട്സ്, സ്കിൻ കെയർ സ്പെഷ്യാലിറ്റി സെൻ്ററിൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ രാജേഷ് നായർ. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ഹെയർ ഫോൾ, രണ്ട് പിഗ്മെൻറ്റേഷൻ. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി ഒരു 100 പേഷ്യൻസിനെ കാണുമെങ്കിൽ അതൊരു 40%, മോർ ദാൻ 40% ഹെയർ ഫോൾ ആയിട്ടാണ് വരുന്നത്. അതിന് ഏജ് വ്യത്യാസമില്ല. 10 ഇയേഴ്സ് തൊട്ട് 60 ഇയേഴ്സിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന ഹെയർ ഫോൾ, ഡോക്ടർ എൻ്റെ ഹെയർ പോകുന്നു, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ കഷണ്ടിയാവും, എനിക്കിപ്പോൾ സ്ട്രെസ് ഉണ്ടോ? ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് എനിക്കിപ്പോൾ മുടി പോകുന്നതിൻ്റെ സ്ട്രെസ്സാണ്. അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഹെയർ ഫോൾ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഒരു ഓപ്ഷനാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, GFC അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. ഇതെല്ലാം ഒരു ട്രീറ്റ്മെൻറ്റ് പേരുകളാണ്. പല പേരുകൾ എന്ന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ PRP എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്മ തെറാപ്പി, നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ച് എടുക്കുന്നു. ഇത് നമ്മുടെ ഹെയർ റൂട്ടിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഈ പ്ലാസ്മ കണ്ടെയ്ൻസ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. നമുക്ക് ഹെയറിന് വേണ്ട ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് ഫൈബ്രോജൻ, കൊളാജൻ, കെരറ്റിനോസൈറ്റ്സ് എല്ലാം ഉള്ള ഒരു ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആണ് നമ്മൾ ഹെയർ റൂട്ടിൽ ഇഞ്ചെക്ട് ചെയ്യും. സംതിങ് ലൈക്ക് നമ്മൾ ചെടിക്ക് വളം കൊടുക്കും പോലെ ഹെയർ റൂട്ടിന് വളം കൊടുക്കും. ഓൺലി തിങ് ഈസ് ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ എടുത്ത്, അതായത് ബ്ലഡിൽ നിന്ന് എടുത്ത് ഹെയർ റൂട്ടിലോട്ട് കൊടുക്കും. അപ്പോൾ അത് അത്രയും സേഫാണ്. നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എടുത്ത് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നു. വെളിയിൽ നിന്ന് ഒരു മരുന്നോ ഒന്നും അല്ല. അപ്പോൾ വെരി സേഫാണ്, എഫക്റ്റീവാണ്. പക്ഷേ അത് ആർക്കൊക്കെ എഫക്റ്റീവ് ആവും? ഇപ്പോൾ ഒരു ഹെയർ ഫോൾ ആയിട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു PRP സജസ്റ്റ് ചെയ്യും? ഇല്ല. ആദ്യം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് വൈറ്റമിൻസ്, ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ D3, ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ അയൺ ടാബ്ലറ്റ്, ബയോട്ടിൻ ടാബ്ലറ്റ്, ഇതൊക്കെ കൊടുത്ത് ഒരു 1 to 2 months നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ടും നമുക്ക് ഗ്രോത്ത് വരുന്നില്ല, ഹെയർ ഫോൾ കൂടുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എനിക്കൊരു ഹെയർ ഗ്രോത്ത് കിട്ടുന്നില്ലെങ്കിലാണ് നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം, സേഫാണ്. കാരണം നിങ്ങളുടെ ഓൺ ബോഡിയിൽ നിന്ന് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ once in a month വെച്ച് 3 times. അതായത് ഇന്നിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ once in a month വെച്ച് 3 to 4 times, 3 to 4 സെഷൻസ് ആണ്. 3 to 4 സെഷൻസ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻസിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നല്ലൊരു ഹെയർ ഗ്രോത്ത്, നല്ല ഹെയർ ഫോൾ കുറയും. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ ഫോൾ കുറയും, ഹെയർ കുറച്ച് ഗ്രോത്ത് വരും, ന്യൂ ഹെയർ ഡെവലപ്സ്, കുറച്ച് തിക്നെസ്സും വരും. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരു ആൻഡ്രോജനിക് അലോപേഷ്യ, ഒരു കഷണ്ടി അല്ലെങ്കിൽ ഒരു ബാൾഡ്നെസ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ 30% മാറ്റം വരും. പക്ഷേ ഒരു ഡിഫ്യൂസ് ഹെയർ ഫോൾ, അതായത് നമുക്കൊരു സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു 20-30 years ഓൾഡ് ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് 60 to 70% ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഒരു ലേഡിക്കാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഹെയർ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലോ. ഇപ്പം നമുക്ക് കാണാം, ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ക്രീം ഇടും, നമ്പിങ് ക്രീം ഇട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യും. ഈ 1 hour ടൈം എടുക്കും. നമുക്ക് ഈ ബ്ലഡിൽ നിന്ന് ഈ പ്ലാസ്മ വേർതിരിച്ചെടുക്കാനായിട്ട് സമയമെടുക്കും. അത് സെൻട്രിഫ്യൂജ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ 1 hour എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്പിങ് ക്രീം ഇട്ടുമ്പോൾ 1 hour നമ്പിങ് ക്രീം എടുക്കുമ്പോൾ ആ ഏരിയ നമ്പാവുന്നു. എന്നിട്ട് സ്മോൾ ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ പ്ലാസ്മ നമ്മൾ റൂട്ടിലോട്ട്, അതായത് 1 to 2 millimeter ഹെയർ റൂട്ടിൻ്റെ ഡെപ്ത്ത്, ഇത് സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്, എന്തൊക്കെയാണ് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 to 3 hours പേഷ്യൻറ്റ് ഷുഡ് നോട്ട് ടേക്ക് ബാത്ത് ഓർ വിഗ്രസ് റബ്ബിംഗ് ഒന്നും പാടില്ല. അത് കഴിഞ്ഞിട്ട് they can go for bath, they can do everything. Thank you.